സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒരു തുറന്ന കത്തുമായി വിജയ് എത്തിയിരിക്കുന്നു. സുരക്ഷിതമായ തമിഴ്നാട് നിർമ്മിക്കുമെന്നാണ് ടി.വി.കെ അധ്യക്ഷൻ പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ജോബി ജോർജ് ഉണ്ട്. ജോബി, അണ്ണാ സർവകലാശാലയിലെ ബലാത്സംഗമടക്കം വലിയ ചർച്ചയായി മാറുമ്പോൾ, അതിൽ അധികൃതരുടെ ഭാഗത്തുണ്ടായ വീഴ്ചകളടക്കം വലിയ ചർച്ചയായി മാറുമ്പോഴാണ് ഇപ്പോൾ വിജയുടെ ഒരു കത്ത് ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കുമായി എത്തുന്നത്. എന്താണ് അതിൽ പറയുന്നത്? ശാലിനി, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാരിന്റെ കീഴിൽ ക്രമസമാധാന നില തകർന്നു എന്ന ആരോപണം നേരത്തെ തന്നെ വിജയ് ഉന്നയിച്ചതാണ്. ഇപ്പോൾ ഈ ചെന്നൈ അണ്ണാ സർവകലാശാല ബലാത്സംഗവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ജനരോഷം ഉയരുകയും അതോടൊപ്പം തന്നെ AIADMKയും BJPയും വ്യത്യസ്തങ്ങളായ പ്രതിഷേധ പരിപാടികളൊക്കെ തന്നെ സംഘടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ടി.വി.കെ അധ്യക്ഷൻ വിജയ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ സ്വന്തം കൈപ്പടയിൽ എഴുതിയൊരു തുറന്ന കത്ത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമായാണ് അദ്ദേഹം ഈ കത്ത് അയക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ, ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു വരുന്നത് തന്നെ ഏറെ വേദനിപ്പിക്കുകയാണ്. ഇതിൽ ഒരു പരിഹാരം കണ്ടെത്തി മതിയാകൂ. സുരക്ഷിതമായ തമിഴ്നാട് തനിക്ക് നിർമ്മിക്കാൻ കഴിയും. താൻ എപ്പോഴും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഒപ്പം ഒരു സഹോദരനായി അവർക്കൊപ്പം ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് വിജയ് നൽകുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിനികളോട് അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക, ബാക്കി കാര്യങ്ങളെല്ലാം തനിക്ക് ശരിയാക്കാൻ കഴിയും എന്നൊരു വാഗ്ദാനം, ഒരു ഉറപ്പാണ് വിജയ് ഈ കത്തിൽ കൂടി നൽകുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കളത്തിലിറങ്ങുമ്പോൾ ആ കന്നി വോട്ടർമാരുടെയും സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയൊക്കെ പിന്തുണ വലിയ തരത്തിൽ വിജയ് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ കത്തിലെ വരികൾക്കിടയിൽ അത് പ്രകടവുമാണ്. അതേസമയം തന്നെ ദേശീയ വനിതാ കമ്മീഷന്റെ 2-അംഗ സമിതി ഇന്ന് തെളിവെടുപ്പിന് മറ്റുമായി ചെന്നൈയിൽ എത്തിയിട്ടുണ്ട്. ഇവർ ഈ അതിക്രമത്തിനിരയായ പെൺകുട്ടിയോടും അതോടൊപ്പം തന്നെ സർക്കാർ സർവകലാശാല